മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. മാർക്കണ്ഡേയ മുനിയിൽ നിന്നും മത്സോപാഖ്യാനം കേട്ട യുധിഷ്ഠിരൻ വീണ്ടും ചോദിക്കുകയാണ് ചില ചോദ്യങ്ങൾ. സകലരെയും ഗ്രസിക്കുന്ന മൃത്യുവോ വാർദ്ധക്യമോ മാർക്കണ്ഡേയ മുനിയെ ബാധിക്കില്ല. ശ്രീനാരായണന്റെ പാർഷദരിൽ ഒരാളാണ് മാർക്കണ്ഡേയ മുനി. മഹാപ്രളയങ്ങൾ പലവരും കണ്ടിട്ടുള്ള മാർക്കണ്ഡേയ മുനി പത്മപത്രത്തിലിരിക്കുന്ന ബ്രഹ്മാവിന്റെ അടുത്ത് ഇരിക്കുന്നു. സ്വയംഭൂവായ ബ്രഹ്മദേവനെ നമസ്കരിച്ചുകൊണ്ട് മാർക്കണ്ഡേയൻ കഥ പറഞ്ഞു തുടങ്ങി. രാജാവേ, നമ്മുടെ മധ്യത്തിൽ ഈ ഇരിക്കുന്ന പീതാംബരധാരിയായ ശ്രീകൃഷ്ണ ഭഗവാനാണ് സൃഷ്ടിക്കുന്നതും ഈ പ്രപഞ്ചത്തിലെ എല്ലാം സംഹരിക്കുന്നതും. സർവാന്തര്യാമിയായ ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് കൂടിയാണ്. എല്ലാത്തിൻ്റെയും കർത്താവായ ഇദ്ദേഹത്തിന് മറ്റൊരു കർത്താവ് ഇല്ല. അന്തര്യാമിയായ ഭഗവാൻ എല്ലാം അറിയുന്നു. വേദങ്ങൾക്ക് പോലും ശ്രീകൃഷ്ണ ഭഗവാനെ അറിയാൻ കഴിയുകയില്ല. പ്രളയത്തിൽ ഈ പ്രപഞ്ചമാകെ മുങ്ങിയാലും വീണ്ടും ഇന്ദ്രജാലം എന്ന പോലെ പുതിയവ ഉണ്ടാകുന്നു. സത്യയുഗത്തിൽ 4800 ദിവ്യവർഷങ്ങൾ ഉണ്ട്. ത്രേതായുഗത്തിൽ 3600 ദിവ്യവർഷങ്ങളും, ദ്വാപരയുഗത്തിലാവട്ടെ 2400 ദിവ്യവർഷങ്ങൾ ഉണ്ട്. കലിയുഗത്തിൽ 1200 ദിവ്യവത്സരങ്ങളെ ഉള്ളൂ. കലിയുഗം അവസാനിക്കുമ്പോൾ വീണ്ടും സത്യയുഗം ആരംഭിക്കുന്നു. ബ്രഹ്മാവിന്റെ ഒരു പകല്, അതിന്റെ നീളമാണ്, അതിന്റെ അളവാണ് മാർക്കണ്ഡേയ മുനി യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്നത്. അതിനുവേണ്ടിയാണ് ഓരോ യുഗത്തിലെയും ദിവ്യവർഷങ്ങളുടെ കണക്കുകൾ നിരത്തിയത്. 12,000 ദിവ്യവർഷങ്ങൾ ചേർന്നതാണ് ഒരു ചതുര്യുഗം. ഇത്തരം 1000 ചതുര്യുഗങ്ങൾ കഴിയുമ്പോൾ ബ്രഹ്മാവിന് ഒരു പകൽ കഴിയുന്നു. ആ പകൽ സമയത്ത് പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നു. പകൽ അവസാനിക്കുന്നതോടെ എല്ലാം നശിക്കുന്നു. ഇതിനെ വിശ്വപ്രളയം എന്ന് പറയുന്നു. കലിയുഗം അവസാനിക്കാറാകുമ്പോൾ മിക്കവരും മിഥ്യാവാദികളായി തീരുന്നു. അപ്പോൾ ആളുകൾക്ക് ഭക്ഷ്യമെന്നും അഭക്ഷ്യമെന്നുമുള്ള വിവേകം പോലും നഷ്ടപ്പെടുന്നു. ആളുകളുടെ വിചാരവും പ്രവൃത്തിയും പരസ്പര വിരുദ്ധമായി തീരുന്നു. ഭൂമിയിൽ മ്ലേച്ഛന്മാരുടെ ഭരണം ഉണ്ടാകുന്നു. പിന്നീട് ആയുസ്സും ബലവും വീരപരാക്രമങ്ങളും എല്ലാം ക്ഷയിച്ചു പോകും. സംഭാഷണത്തിൽ സത്യത്തിന്റെ അംശം കുറഞ്ഞു പോകുകയും ചെയ്യും എന്ന് മാർക്കണ്ഡേയ മുനി വിവരിക്കുകയാണ്. ആഹാര പദാർത്ഥങ്ങൾ വിൽക്കപ്പെടും. വേദങ്ങളെ വിറ്റ് പണമാക്കും. സ്ത്രീകൾ വേശ്യാവൃത്തി സ്വീകരിക്കും. വൃക്ഷങ്ങളിൽ നിന്നും പശുക്കളിൽ നിന്നും ആദായം കുറയും. വൃക്ഷങ്ങളിൽ മറ്റു പക്ഷികൾക്ക് പകരം കാക്കകൾ മാത്രം കൂടുകൂട്ടും. സ്ത്രീകൾ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നു. ഇങ്ങനെ 1000 യുഗങ്ങൾ കഴിയുമ്പോൾ ദീർഘകാലം മഴയില്ലാതാകും. അതോടെ ശക്തി കുറഞ്ഞ ജീവികൾ പട്ടിണി കിടന്ന് ചാവും. അത് കഴിഞ്ഞ് 7 സൂര്യന്മാരുടെ ഉഗ്രതപം ലോകത്തെ ചുട്ടു പൊള്ളിക്കും, തപിപ്പിക്കും. ആ ചൂടിൽ നദികളും സമുദ്രങ്ങളും കൂടി വറ്റി വരളും. ചെടികളും മരങ്ങളുമെല്ലാം ചൂടേറ്റ് ഭസ്മമാകും. ആ ഘട്ടത്തിൽ പ്രളയാഗ്നി അമിതവേഗമുള്ള വായുവിന്റെ സഹായത്തോടെ ആളിപ്പടരും. ആ അഗ്നി ഭൂമിയിലുള്ള എല്ലാത്തിനെയും ചാമ്പലാക്കിക്കൊണ്ട് പാതാളത്തോളം വ്യാപിക്കുന്നു. പിന്നീട് ആകാശത്തിൽ മേഘങ്ങളുടെ ഘോരഗർജനം കേൾക്കും. പ്രളയാഗ്നിയെ ശമിപ്പിച്ചുകൊണ്ട് മഴ പൊഴിയും. 12 വർഷക്കാലം നിരന്തരം പെയ്യുന്ന മഴയിൽ പർവ്വതങ്ങൾ പൊട്ടിയൊഴുകിപ്പോകും. വായുവിന്റെ വേഗത്തിൽ പരസ്പരം കൂട്ടിമുട്ടി മേഘങ്ങൾ തകരും. ദേവന്മാരും അസുരന്മാരും യക്ഷന്മാരും രാക്ഷസന്മാരും എല്ലാം നശിച്ച് ഏകാർണവമായി തീർന്ന വിശ്വത്തിൽ ഞാൻ മാത്രം അലയടികൾ ഏറ്റുകൊണ്ട് അലഞ്ഞു നടക്കും. തുടർന്ന് ഭഗവാനെക്കുറിച്ചാണ് മാർക്കണ്ഡേയ മുനി പറയാൻ പോകുന്നത്. ആ ഭാഗം അടുത്ത ഭാഗത്ത് പറയുന്നതാണ്. മഹാഭാരത കഥകൾ പറയുന്നതും ശ്രവിക്കുന്നതും പുണ്യമത്രേ. ഓം നമോ ഭഗവതേ നാരായണായ.